ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് ശരിക്കും നമ്മുടെ വഴിക്ക് വന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ട്രേഡ് അവസാനിപ്പിച്ചു. ഇന്നാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ചവിട്ടി കുത്തിയിരിക്കേണ്ടി വന്നു. അതാണ് ഓരോ ദിവസത്തെയും മാർക്കറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ ഇന്നലെ വരച്ച ലൈനുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ വരച്ച ഫസ്റ്റ് ലൈൻ മാർക്കറ്റ് ഒരു 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം മുകളിലോട്ട് പോയി ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അത് കറക്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയത് നമ്മൾ വരച്ച അതേ ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അല്ലേ, നമ്മൾ പറഞ്ഞ അതേ ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടുന്ന് ശേഷം മാർക്കറ്റ് താഴോട്ട് വന്നു. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ താഴോട്ട് വന്നിട്ട് അവിടുന്ന് പിന്നെ പതുക്കെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ലൈനിന് മേളിലോട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ മാർക്കറ്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു, മാർക്കറ്റിന് സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഏത് നിമിഷവും ഞാൻ ഇപ്പോൾ വീഴും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു സിക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഒരിക്കലും അതിനകത്ത് കണ്ടില്ല. പിന്നെ ഈ ആരോ വെച്ച് മാത്രം ട്രേഡ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പം ഇവിടുന്ന് ഒരു പിടിച്ചൊരു പ്രോഫിറ്റ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഈ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി വളരെ കുറവായിരുന്നു. കണ്ടില്ലേ, മാർക്കറ്റ് ഇവിടെ ഇത്രയും പോയതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് മാർക്കറ്റ് പോയി. കണ്ടില്ലേ, എങ്ങോട്ടും പോകാതെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഒരു എന്താ പറയുന്നത്, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാർക്കറ്റ് മാറി. അപ്പം സത്യം പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ആയിരുന്നു അല്ലേ. നമ്മളപ്പോൾ ഈ ടോപ്പിൽ വന്നപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു എടുത്തായിരുന്നു. പക്ഷേങ്കിൽ അത് നമ്മുടെ SL അടിച്ചു. രണ്ടാമത്തെ ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഒരു അടിച്ചു. ഇവിടെ നമുക്കൊരു 10 പോയിൻറ്റ് കിട്ടി ഇല്ലേ. ഒരു 10 പോയിൻറ്റ് നമുക്ക് 13,250 10 പോയിൻറ്റ് നമുക്ക് കിട്ടി. പക്ഷേ എങ്കിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു വളരെ അൺസർട്ടനിറ്റി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിനതിൽ. കാരണം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 26,000 ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനിന്ന് രാവിലെ മാർക്കറ്റ് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. 26,000 രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നാമത്തെ സാധ്യത പറഞ്ഞാൽ 26,000 ടച്ച് ചെയ്യിക്കത്തില്ല, അതിന് മുന്നേ മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം 26,000 ക്ലോസ് കഴിഞ്ഞാലും എല്ലാവരും 26,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനിരിക്കും. അപ്പം മാർക്കറ്റ് പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു 26,50 26,100 ഇടയ്ക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത. ഈ രണ്ട് സാധ്യതകളാണ് ഞാൻ നിഫ്റ്റിയെ പറ്റി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സംഭവിച്ചത്. 26,000 വരെ കൊണ്ടുപോയില്ല. ഏകദേശം 15-20 പോയിൻറ്റിൽ അകലെ വെച്ച് തന്നെ മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഒന്ന് നോക്കിയേക്കാം. നിഫ്റ്റി എന്തായാലും സംഭവിച്ചേ ഇതാ നോക്ക്. ഏകദേശം 26,000 ഇവിടെ വരെ പോയുള്ളൂ. 26,991 വരെ പോയുള്ളൂ. 25,991 വരെ മാർക്കറ്റ് പോയുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് നേരെ താഴോട്ട് വരുമായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇതിനെപ്പറ്റി അന്വേഷിക്കണം. എല്ലായിടത്തും ഇങ്ങനൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. ഏകദേശം നിഫ്റ്റിയിലാണെങ്കിൽ 961 ഏകദേശം ഒരു 60 പോയിൻറ്റിൻ്റെ ഒറ്റ ഗ്യാപ്പ്. ഇത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഭീകരം. ഇത് 250 പോയിൻറ്റിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 530 ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ ഒറ്റ സ്പൈക്ക്. ഇത് എന്താ സംഭവിച്ചെന്നുള്ളത് ഇനി വൈകുന്നേരം യൂട്യൂബിലെ ചർച്ചകൾ കാണുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ കറക്റ്റ് അന്വേഷിച്ചില്ല. ഫിൻ നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ്. കണ്ടോ, ഒരു അപാര പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഏകദേശം 150 പോയിൻറ്റിൻ്റെ ഒരു സ്പൈക്ക്. ഇതെന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് മുഖാന്തരം ഒത്തിരി ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ സ്പൈക്ക് വരുമ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടല്ലോ, അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അടിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പലർക്കും ഹ്യൂജ് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈകുന്നേരം ഇനി മാർക്കറ്റിൽ യൂട്യൂബിനകത്തിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഈ സ്പൈക്കിൻ്റെ പിന്നിലുള്ള എന്താണ് രഹസ്യം എന്നുള്ള കാര്യം നമുക്കിനി പിന്നെ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ തിരക്കി കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ ജസ്റ്റ് കണ്ടതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പിലേക്ക് വരാം. അപ്പം അങ്ങനെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത മാർക്കറ്റിൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം വരെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വന്നു. അവസാനം വന്നപ്പോൾ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നു. പിന്നെ മേലോട്ട് കയറി, പിന്നെ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇനിയിപ്പം നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പം നാളെ ഇതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്താണ്
ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് അങ്ങനെ തന്നെ ആസിറ്റീസ് ഇതിരുന്നാലോ പിന്നെ ഞാൻ നോക്കിക്കോട്ടെ. നമുക്കിങ്ങനെ തന്നെ വെക്കാം. ഇതിവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ നേരത്തെ ഓക്കെ, അതവിടെ തന്നെ ഇരുന്നോട്ടെ. അതിന് കൂടെ നമുക്കൊരു വര കൂടെ വരയ്ക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഇവനെ നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പം മാർക്കറ്റ് നാളെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. ഇവനെ നമുക്ക് മേലോട്ട് വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഒന്നുകൂടെ കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതും പൊട്ടിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇത് വേണ്ട. ഇത് നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ ടാർഗറ്റ് തന്നെ ഇരിക്കട്ടെ. എന്തായാലും 400 മുകളിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. 13,400 മുകളിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർക്കറ്റ് നാളെ 2 ദിവസം ഇനി ഭയങ്കര വോളറ്റൈലായിരിക്കും. കാരണം മന്ത്ലി എക്സ്പയറിയാണ്. അപ്പോൾ സ്റ്റോക്കുകളിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇൻഡെക്സിൽ പെട്ട സ്റ്റോക്കുകളിനകത്ത് എന്തെങ്കിലും മൂവ്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരവലികൾ ഇവിടെയും കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം ഇത് നോക്കിക്കോട്ടെ. ഒരു സാധ്യതകൾ ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ കേട്ടോ. ചുമ്മാ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അതിപ്പം ഒരു കറക്റ്റ് ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഇതായിരിക്കും. ഇതാണ് നമുക്കൊരു അടുത്തൊരു ലെവൽ എന്ന് പറയാനുള്ളത്. ഇതായിരിക്കും. അതിനുശേഷം ഒരു 15 മിനിറ്റിൽ മാറ്റിയപ്പോഴാണ് പിന്നെ നമുക്ക് കറക്റ്റ് ഒരു സപ്പോർട്ട് കിട്ടിയത്. ഓക്കെ, അപ്പം ഇതായിരിക്കും നാളത്തേക്കുള്ള ലെവലുകൾ. ഓക്കെ, ഇത് ഈ ലൈനൂടെ കിടന്നോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു സപ്പോർട്ടാണ്. ഇവിടുന്ന് എന്താ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ചിലപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇപ്പോൾ ഈ നിലവിൽ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ കാണുന്ന ഒരു ലെവലുകൾ. ഓക്കെ, അപ്പോൾ നാളെ ശരിക്കും മിക്കവാറും മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്റ്റോക്കിൻ്റെ പിന്നെ എക്സ്പയറി ആയതുകൊണ്ട് മന്ത്ലി എക്സ്പയറി വരുന്നതുകൊണ്ട് ഭയങ്കര വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നാളെ നിഫ്റ്റി 26,000 ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതാവസ്ഥയാണ്. അപ്പോൾ അതിനൊരു അന്തം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പയറി കഴിയണം. ഓക്കെ, അതുവരെ മാർക്കറ്റ് ഇവിടത്ത് കിടന്ന് വട്ടം കറങ്ങാനുള്ള സാധ്യതകളെ കാണുന്നുള്ളൂ. എനിവേ, എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്ന. എല്ലാവരും സൂക്ഷിച്ച് കണ്ടും ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ ഫസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.